പ്രിയമുള്ളവരെ, ഇത്തിരി വെട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എല്ലാവിധമായ ഫലമെടുപ്പിൻ്റെയും ഒരു വീഡിയോ, സംയുക്തമായ ഒരു വീഡിയോ ആണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് കോവലുണ്ട്, പയറുണ്ട്, തക്കാളിയുണ്ട്. ഈ കോവലെന്ന് പറഞ്ഞാൽ പ്രത്യേകതയുള്ള കോവലാണ്. നല്ല നീളമുള്ള നല്ല കോവലാണ്. ഇത് പണ്ട് ഒരു തണ്ട് ഒരു 2-3 വർഷത്തിന് മുമ്പ് കൊണ്ടുവച്ചതാണ്. അതിൽ നിന്ന് പറിച്ചെടുക്കുന്നതാണ് ഇന്ന് കാണിക്കുന്നത്. നേരത്തെ ഞാൻ പറിച്ചതാണ്. നല്ല നീളമുള്ള നല്ല കോവലാണ്. ഇത് നമുക്ക് പിഞ്ചാകുമ്പോൾ തന്നെ ഇത് നമുക്ക് പറിച്ച് നമുക്ക് തിന്നാം. നല്ല സോഫ്റ്റായിട്ട്. അടുത്ത തക്കാളിപ്പഴമാണ്. തക്കാളി ഇന്ന് ഈൽഡ് എടുക്കുകയാണ്. നേരത്തെ തക്കാളി തൈ ആയപ്പം കാണിച്ചതാണ്. അത് തക്കാളി പഴം ആയിട്ട് ഇന്ന് ഞാൻ പറിച്ചെടുക്കുകയാണ്. നിറച്ച് തക്കാളിയുണ്ട്. ഒരു പ്ലാന്റിൽ എനിക്ക് ഏറെയുണ്ട്. 2 പ്ലാന്റാണ് ഞാനിവിടെ ചേർത്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് ആവശ്യത്തിനുള്ള കിച്ചണിലേക്ക് ആവശ്യമുള്ള തക്കാളിപ്പഴം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു നല്ല കളറുണ്ട് തക്കാളിപ്പഴത്തിന്. നല്ല വലിപ്പമുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്നതായ ചാണകവും എല്ലുപൊടി നല്ല കളറാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല വലിപ്പമാണ്. അതുണ്ട്. നമ്മുടെ ഒരു മുറം പച്ചക്കറി എന്ന് പറയുന്ന ഓണത്തിന് പറയത്തില്ലേ, അതുപോലെ തന്നെ ഒരു മുറം പച്ചക്കറി നല്ല പഴുത്ത നല്ല നിറമാണ്. അടുത്തത് പയറാണ്. പയറും നമുക്ക് ഒരു 2 ദിവസത്തേക്ക് നമുക്ക് കിട്ടുന്നതായ കാര്യങ്ങളാണ്. ഇത് ഞാൻ ചാണകം മാത്രമാണ്. ഇത് കുറ്റിപ്പയറാണ്, വലിയ നീളമുള്ള പയറല്ല. നീളമുള്ള പയർ നേരത്തെ ഞാൻ ചെയ്തിരുന്നു. ഇതിപ്രാവശ്യം വിത്ത് മേടിച്ചത് മാറിപ്പോയി. അത് അവർ പക്ഷേ പറ്റിച്ചായിരിക്കാം. നഴ്സറിയിൽ നിന്നൊക്കെ നമുക്ക് വിത്ത് കിട്ടുന്നത് ഹൈബ്രിഡൊക്കെയാണ് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങുന്നത്. എന്നാലും ഇത് കുഴപ്പമില്ല. നമുക്ക് മെഴുക്ക് പുരട്ടാനും തോരനും ഒക്കെ നമുക്കിതിൽ നിന്ന് കിട്ടും. ഇപ്പം ഇത് പറിക്കുന്ന ഞാനിത് കാണിക്കുകയാണ്. കുറച്ച് ആവശ്യത്തിന് നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നല്ല വലിയ പ്ലാന്റാണ്. അതുപോലെ തന്നെ ഇനി നമ്മൾ വരുന്നത് ചീരയാണ്. ചീര നല്ല പച്ച ചീര, നല്ലതുപോലെ ബുഷായിട്ട് വളർന്നു നിൽപ്പുണ്ട്. നല്ല വലിപ്പമുള്ള ചീരയാണ്. അത് നല്ല കളറുണ്ട്. അതുപോലെ തന്നെ അതിൽ മുറ്റിയതായ നല്ല മുറ്റിയിട്ടില്ല, നല്ല ഇളമാണ്. അത് നിറച്ചുണ്ട്. ഗ്രോ ബാഗിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. അതിപ്പോൾ അറുത്തെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സമ്മിശ്രമായിട്ടുള്ളതായ ഒരു വിളവെടുപ്പാണ് ഇന്ന് കാണിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യുന്നത് കൂടുതലും ഈ പച്ചച്ചീര മാത്രമാണ് കട്ട് ചെയ്തിരിക്കുന്നത്. വേറെ നല്ല ചുവന്ന ചീര നല്ല കളറുള്ള ചീര വീണ്ടും ഞാൻ ഗ്രോ ബാഗിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് 3ൻ്റെയും വിളവെടുപ്പ് ഒരുമിച്ച് സംയുക്തമായി കാണിക്കുകയാണ്. നല്ല നിറച്ചുണ്ട്. ഇനി ഞാൻ അതിനകത്ത് പച്ച മാത്രമേ കട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ചോപ്പ് ഞാൻ പിന്നീട് കട്ട് ചെയ്യുന്നതാണ്. അത് കാണിച്ചു. ഞാനിപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ആൾ. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ വീക്ഷിച്ചതിന് നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ തന്നെ ചെറിയ കൃഷികൾ ടെറസിൻ്റെ മുകളിലോ ചെറിയ ഗ്രോ ബാഗിലോ കവറിലോ ഒക്കെ നിങ്ങൾക്ക് വെക്കാം. അതൊരു സന്തോഷമാണ്. നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ വിഷരഹിത പച്ചക്കറി കിട്ടും. നമ്മളെപ്പോഴും തമിഴ്നാട്ടിൽ നിന്ന് ആശ്രയിച്ചിരിക്കാതെ നമ്മളിത് ചെയ്താൽ നല്ലതാണ്. എനിക്കിതൊരു മനസ്സിനൊരു സന്തോഷമാണ്. ഈ വിളവെടുപ്പ് വളരെ സന്തോഷമാണ്. അതുകൊണ്ട് പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു ആൾ.